അത് നമ്മളെ ഓർമ്മയിൽ നിൽക്കും, നമ്മളെ ഓർമ്മയിൽ നിൽക്കും. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാതെ വരും. പിന്നെ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും നമുക്ക് ചിലപ്പോൾ അങ്ങ് മറന്നു. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അത് ഒരു ജീവശാസ്ത്രപരമായ ഒരു പ്രശ്നമാണ്. അപ്പൊ കുട്ടികൾക്ക് അങ്ങനെയല്ല. കുട്ടികൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിൽക്കും. അപ്പോ നമുക്ക് അത്യാവശ്യം ഓർത്ത് വെക്കേണ്ട, പിന്നെ പുനരുപയോഗിക്കേണ്ട പല അറിവുകളും അങ്ങനെ മറന്നുപോകാൻ സാധ്യതയുണ്ട്. അറിവുകൾ മറന്നുപോകും. പിന്നെ ചില കാര്യങ്ങൾ, വസ്തുതകൾ മറന്നു പോകുന്നു, ചില ഫാക്ട്സ് മറന്നു, ചില ഡാറ്റ, പേര്, സ്ഥലപ്പേര്, ഇതൊക്കെ മറന്നു. ഇങ്ങനെ മറന്നു പോകുന്ന ഈ സംഭവത്തെ നമുക്ക് AI ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് 2-3 മാർഗങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് ഒരുപാട് AI ടൂളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ സുപരിചിതമായ ChatGPT, ജെമിനി ഒക്കെ. അതുപോലെ നമുക്ക് മൊബൈലില് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു AI ടൂളാണ് മൈക്രോസോഫ്റ്റിന്റെ കോപൈലറ്റ്. മൈക്രോസോഫ്റ്റിന്റെ കോപൈലറ്റില് വോയിസ് മോഡ് ഉണ്ട്. നമ്മൾ വോയിസ് ആയിട്ട് പറഞ്ഞാൽ പറയുന്ന കാര്യം അത് വോയിസ് ആയിട്ട് തന്നെ തിരിച്ച് റിപ്ലൈ ചെയ്യും. വോയിസ് മോഡ് നമുക്ക് അങ്ങോട്ട് സംസാരിച്ചിരിക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം ഗൂഗിൾ AI മോഡിൽ നമ്മൾ നോക്കി. വളരെ രസകരമായി കോൺവെർസേഷൻ ചെയ്യാൻ പറ്റുന്ന, അത്രയ്ക്ക് രസകരമായ രീതിയിൽ ഫ്ലുവൻസിയും ഭാഷാശുദ്ധിയും ഒന്നും ഇല്ലെങ്കിലും AI മോഡിന് കാര്യങ്ങളൊക്കെ പറയാനും നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ശേഷിയുണ്ട്. അപ്പൊ നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞ കേൾക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കും. അപ്പോൾ ഓർമ്മയിൽ കാണും, പിന്നെ നമ്മൾ മറന്നു പോകും. നമുക്ക് പിന്നെ ആവശ്യം വരുന്ന കാര്യമാണ് എങ്കിൽ നമ്മൾ ഈ AI പറയുന്നു, ഇതൊന്ന് ഓർത്ത് വെക്കണം, എനിക്ക് പിന്നെ ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരണം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർത്ത് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഇത് കമ്പ്യൂട്ടറൊന്നും വേണമെന്നില്ല. നമ്മുടെ മൊബൈൽ ഫോണിൽ കോപൈലറ്റിന്റെ പ്ലേ സ്റ്റോറിൽ പോയി കോപൈലറ്റിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു. ഈ ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിനകത്തൊരു ടോക്കൺ സംവിധാനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ChatGPT, ജെമിനിയൊക്കെ നമുക്ക് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിന്റെ മെമ്മറി അതിനാണ്. ഈ കോപൈലറ്റിന് ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക, അതിനുവേണ്ടി മാത്രം ഈ സാധ്യത ഉപയോഗിക്കുക. നമ്മളെ ഓർത്ത് വെച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ പിന്നെ ഈ ഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ടോക്കിയൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നു. എത്ര പേര് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ മൊബൈൽ ഫോണിൽ ടോക്കി ഉപയോഗിച്ച് നമ്മൾ വോയിസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യസമയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തും, ഫോൺ ചെയ്യും, നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ആയോ എന്ന് പിന്നെ അത് റിവ്യൂ ചെയ്യും, ഒക്കെ ചെയ്യുന്നതാണ് ടോക്കി. അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതിന്റെ ഒരു നോട്ടൊക്കെ തന്നിരുന്നു. ഇത് അതല്ല. നമുക്കൊരു കാര്യം എന്തും ആവാം. നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, ആ പോകുന്ന സ്ഥലത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പോകുമ്പോൾ അത് ഓർത്ത് വെച്ച് നമുക്ക് പറയും. നമ്മളൊരു ഉദാഹരണത്തിന് നമ്മളൊരു സ്ഥലത്ത് പോയ, ഒരു ടൗണിൽ പോയ, അപ്പൊ നമ്മൾ പോകുന്ന സ്ഥാപനം ഇന്ന സ്ഥലത്തിന്റെ ഇന്ന സ്ഥാപനത്തിന്റെ അടുത്താണ്, ഇന്ന സ്ഥലത്താണ് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ആ പേരുകളൊക്കെ ചിലപ്പോൾ മറന്നു പോകും. അതൊന്നും ഓർത്ത് പറയും. ഓക്കെ, അതുപോലെ പല കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ട പല കാര്യങ്ങളുണ്ടാവും. ഇതുപോലെ പുതുതായിട്ട് കേൾക്കുന്നത് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ.
ആ കാര്യങ്ങൾ നമ്മൾ കോ പൈലറ്റിനോട് പറയുന്നു. കോ പൈലറ്റ് ഓർത്ത് നമുക്ക് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്, എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് നോക്കിയാലോ എങ്ങനെയാണെന്ന്. അന്ന് നോക്കിയിട്ട് വരാം. കോ പൈലറ്റ് മൈക്രോസോഫ്റ്റിന്റെ കോ പൈലറ്റ് ഇതാ ഈ കാണുന്നതാണ് അതിന്റെ വോയിസ് മോഡ്. വോയിസ് മോഡിലുള്ള നമ്മൾ ഒന്ന് പറയണം. ഇപ്പോ മൾട്ടി മോഡാണ്. ഇപ്പോ സെൽഫ് ലാംഗ്വേജ് സ്വന്തം സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല, സ്വയം ഡിക്റ്റേറ്റ് ചെയ്യും. ആ ഡിക്റ്റേറ്റ് ചെയ്യുന്ന സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നം മുമ്പ് പറഞ്ഞിരുന്നു, ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് AI ഉപയോഗിക്കുന്ന ഭാഷകളിൽ അത് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോ ഇംഗ്ലീഷും ചൈനീസും ഒക്കെ ഹൈ റിസോഴ്സ് ലാംഗ്വേജ് ആണ്. തമിഴ് ഒരു മീഡിയം റിസോഴ്സ് ലാംഗ്വേജ് ആണ്. മലയാളം ഒരു ലോ റിസോഴ്സ് ലാംഗ്വേജ് ആണ്. നമ്മൾ സംസാരിക്കുന്ന ഒരു വാക്ക് അതിനകത്തൊരു തമിഴ് ചുവയുണ്ടെങ്കിൽ അത് തമിഴിലേക്ക് അങ്ങ് പോകും. ഒരു വാക്കിന് ചൈനീസ് ഭാഷയുമായി ബന്ധമുണ്ടെങ്കിൽ അത് ചൈനീസിലേക്ക് അങ്ങ് പോകും. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായ മലയാള ഭാഷയിൽ പറയുക എന്നുള്ളതാണ് അതിനകത്തൊരു പരിഹാരം. അങ്ങനെ ഒരു ഇങ്ങനെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം നമ്മൾ മറന്നുപോകും. അത് പിന്നെ നമ്മൾ ആ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് പറഞ്ഞു തരണം. അങ്ങനെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ആർക്കെങ്കിലും പറയാമോ? ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും എന്തുവാ? അതായത് നമ്മൾ പുതുതായിട്ടൊരു കാര്യം കേൾക്കുന്നു, പുതിയ കാര്യമാണ്, നമുക്കിപ്പോ കാര്യം ബോധ്യപ്പെട്ടു, പക്ഷെ നമ്മൾ മറന്നുപോകും. പിന്നെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓർത്തെടുക്കേണ്ട വരുമ്പോൾ അതിന്റെ ഒരു കൺസെപ്റ്റ്, ഒരു ആശയം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർത്ത് പറഞ്ഞു തരും. ഇത് നിരന്തരം നമുക്ക് ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ എന്തെങ്കിലും ഒരു കാര്യം? ഇപ്പൊ സാറ് പഠിപ്പിക്കുന്ന രാജുവാണ്. സാറ് പഠിപ്പിക്കുന്ന ക്ലാസ് ഒക്കെ നമ്മള് പിന്നെ മറന്നു പോകത്തില്ല. മറന്നു. അതെ അതെ. അപ്പൊ നമ്മൾ ഇത് തന്നെ പറയാം. ഇത് ഉദാഹരണത്തില് ഈ ഞാനിത് കോ പൈലറ്റിനെ കുറിച്ച് പഠിച്ചു. കോ പൈലറ്റില് ഇങ്ങനെ വോയിസ് മോഡില് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓർത്തു വെക്കും. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ മറക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ കോ പൈലറ്റ് എന്ന് പറയുന്ന വാക്ക് മറക്കാൻ സാധ്യതയുണ്ട്. അതില് വോയിസ് മോഡ് എന്ന് പറയുന്ന കാര്യം മറക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് മറക്കാൻ സാധ്യതയുള്ളത്. എന്തൊരു ഒരു കാര്യം ഏതോ ഒരു ട്യൂണിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർമ്മിച്ച് വെക്കുകയും പറഞ്ഞു തരികയും ചെയ്യും എന്നുള്ള കാര്യം നമ്മളെ മനസ്സിനകത്ത് ഓർമ്മയിൽ നിൽക്കും. ആശയങ്ങൾ, കൺസെപ്റ്റുകൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ച് കുറെയൊക്കെ ഓർമ്മയിൽ നിൽക്കും. ചിലപ്പോൾ ഈ കൺസെപ്റ്റ് മറന്നുപോകും. പക്ഷെ വാക്കുകൾ പെട്ടെന്ന് മറന്നു, പുതിയ പുതിയ വാക്കുകൾ പെട്ടെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനോട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അതായത് നമ്മളെ മൊബൈൽ ഫോണിലും കോ പൈലറ്റ് എടുക്കാം, കോ പൈലറ്റിന്റെ വോയിസ് മോഡ് ടൈപ്പ് ചെയ്തും കൊടുക്കാം. എളുപ്പത്തിൽ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ, നമുക്ക് പറയുകയാണ് നമുക്ക് എളുപ്പ മാർഗം. അപ്പൊ നമ്മൾ കോ പൈലറ്റിൽ എടുക്കുന്നു. കോ പൈലറ്റ് ഹലോ, കോ പൈലറ്റ് മലയാളത്തിൽ ഞാനൊന്ന് പറയട്ടെ. മലയാളത്തിൽ പറഞ്ഞാൽ കാര്യം മനസ്സിലാവുമോ? തീർച്ചയായും നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മലയാളത്തിൽ ചോദിച്ചാൽ എനിക്ക് കൂടുതൽ നന്നായി വ്യാഖ്യാനം നൽകാനാകും. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് കോ പൈലറ്റ് ഓർത്ത് വെച്ചിട്ട് പിന്നെ എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ പറ്റുമോ? തീർച്ചയായും ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ ഓർത്തു വെക്കാം. എപ്പോഴെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് തിരിച്ചു ചോദിച്ചാൽ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിച്ചു തരാം. എനിക്ക് ഇന്ന് ഓർത്തു വെക്കേണ്ട കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. ശരിയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കാം. പിന്നെ അത് ഓർത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമായപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കാം. കോ പൈലറ്റിൽ കാര്യങ്ങൾ ഓർത്തു വെക്കാമെന്ന് പറയുന്നു.
കോപൈലറ്റിന്റെ വോയിസ് മോഡ് ഓൺ ചെയ്ത് ഞാൻ സംസാരിക്കുന്നു. സംസാരിക്കുന്ന കാര്യം കോപൈലറ്റ് ഓർത്തു വെക്കും. അപ്പോ എനിക്ക് മറന്നുപോകാനുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടി കോപൈലറ്റിനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പൊ കോപൈലറ്റ് എന്നുള്ള വാക്ക് ഞാൻ മറന്നുപോകും. അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ഓക്കെ, തീർച്ചയായും ഞാൻ പറയുന്ന പോലെ കോപൈലോട്ട് എന്ന പേര് ഞാൻ ഓർമ്മിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പു നൽകുന്നു. ഓക്കെ, ഇത് ക്ലിയർ ആയാലും അതുപോലെ നമുക്ക് പറയാം. യെസ്, ഇത് ക്ലിയർ ആയി. ഓക്കെ, ഓക്കെ, ക്ലിയർ ആയി. ആർക്കെങ്കിലും സംശയമുണ്ടോ ഇത് ഇതുവരെയുള്ള കാര്യം? ആർക്കും സംശയമില്ലല്ലോ? ഇല്ല. ഓക്കെ, അതായത് നമ്മൾ കോപൈലറ്റിൽ എടുക്കുന്നു, കോപൈലറ്റിന്റെ വോയിസ് മോഡ് എടുക്കുന്നു. നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ പറയേണ്ട കാര്യം അതിനോട് പറയുന്നു. ഇനി നമുക്ക് പിന്നെ ഒരു സന്ദർഭത്തിൽ കോപൈലറ്റ് എന്നുള്ള വാക്കും മറന്നുപോയി. ഏത് ടൂൾ പോണേ? അപ്പൊ നമ്മൾ ചോദിക്കാം, ഞാൻ ഓർത്ത് വെക്കുന്ന ഒരു ടൂളിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ടൂൾ എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഞാൻ ആ പേര് മറന്നുപോയി എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്ത് പറയുമോ? നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട്? എന്ത് സഹായം വേണ്ടിട്ടെന്ന് പറഞ്ഞാൽ സന്തോഷമായി സഹായിക്കാം. ഈ എഐയില് ഒരു ടൂളിനെ ഓർത്ത് വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഞാൻ ചില കാര്യങ്ങൾ പറയും, അത് ഓർത്ത് വെച്ചിട്ട് എനിക്ക് തിരിച്ചു പറഞ്ഞു തരണം. ആ ടൂളിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ ടൂള് എഐ ടൂൾ ഏതാണെന്നൊന്ന് പറഞ്ഞു തരാമോ? ഒരിക്കൽ പറഞ്ഞതൊന്നായി അത് ഞാൻ ഓർത്ത് വെച്ച് നിങ്ങൾക്ക് മടങ്ങി ഓർമ്മിപ്പിക്കാൻ സഹായിക്കുന്ന ടൂൾ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ടൂളിനെ കുറിച്ച്. ഓഹോ, ശരിയാണ്. നിങ്ങൾ മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞതൊക്കെയുണ്ട്. നമുക്കപ്പോൾ അതറിഞ്ഞ് മുന്നോട്ട് പോകാം. അത് ഏതാണ് ആ ടൂള്? അതൊരു മെമ്മറി ടൂളാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒത്തുചേർത്ത് ഓർത്ത് വെക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. അത് തന്നെ. ആ ടൂളിന്റെ പേര് പറഞ്ഞു തരൂ. അത് മെമ്മറി എന്ന ടൂളാണ്. അതാണ് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ സഹായിക്കുന്നത്. ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നം വന്നു. അതായത് മെമ്മറി എന്ന് പറയുന്ന ഒരു ടൂളിനെ കുറിച്ച് ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. memory.ai എന്ന് പറഞ്ഞിട്ട് ടൂളുണ്ട്. അത് ഇത്തിരി സങ്കീർണമാണ് ഉപയോഗിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൊണ്ടാണ്, അതാണ് അതിന്റെ ഓർമ്മയിൽ വരുന്നത്. കോപൈലറ്റ് അങ്ങനെ വിട്ടുപോയി. ഓക്കെ, മനസ്സിലായി. memory.ai എന്ന് പറയുന്ന ടൂളുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് അല്പം അത് ഉപയോഗിക്കാൻ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടൂളാണ്. ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റുന്ന, പല സാധനങ്ങളും ഓർത്ത് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് memory.ai. അതിനെ കുറിച്ചാണ് അത് പറഞ്ഞത്. നമുക്ക് എന്നാലും നമുക്ക് വീണ്ടും അതിനോട് തന്നെ ഒന്ന് പറയാം. ഞാൻ കോപൈലറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് താങ്കൾ മറന്നുപോയോ? കോപൈലറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, ഇപ്പോൾ മനസ്സിലായി. കോപൈലോട്ട് എന്ന പേരിൽ ഒരു ടൂളിന്റെ പറ്റിയായിരുന്നു നിങ്ങൾ പറഞ്ഞത്. ഇനി അതിനെ ഓർത്ത് വെക്കാം. അതെന്തുകൊണ്ടാണ് മറന്നുപോയത്? മെമ്മറി പറയുകയും കോപൈലറ്റ് മറന്നുപോവുകയും ചെയ്തു. ഒന്ന് പറയാം, ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. എങ്കിലും ഇനി ഞാൻ അതറിഞ്ഞ് ഓർത്ത് വെക്കും. ഇനി അതിനെ മറക്കാനില്ല. കോപൈലോട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഓക്കെ, ശരി. ഇനി എന്തെങ്കിലും മറ്റൊരു സഹായം വേണോ? ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോ നമ്മള് ഈ പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തമായ ഒരു കാര്യത്തിലേക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാം. വേറൊരു ആശയം, മറ്റൊരാശയം ഓർത്തു വെക്കാൻ പറ്റുന്ന. നിങ്ങൾ പല മേഖലയിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. നിങ്ങളൊരു സെമിനാറിൽ പങ്കെടുക്കുന്നു. ആ സെമിനാറിൽ ചില കാര്യങ്ങൾ പറയുന്നു. അത് നിങ്ങൾക്ക് പിന്നെ ഉപയോഗമുള്ള കാര്യമാണ്. അത് നിങ്ങൾ കോപൈലറ്റിനോട് പറയുന്നു. ആ കാര്യം പിന്നെ ഒരു മാസമോ 2 മാസമോ കഴിഞ്ഞിട്ട് നിങ്ങളത് മറന്നുപോയി. ആ പേരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തെടുക്കാം.
പറ്റാൻ വേണ്ടി നമുക്ക് കോപ്പൈലറ്റിനെ ആശ്രയിക്കാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറയാമോ? 43 പേരുണ്ട്, 46 പേരുണ്ട്. സർ, ആ, അടുത്ത മാസം ഒരു യാത്ര പോകുന്നുണ്ട്. അപ്പൊ അത് പറയൂ സാർ. അല്ല, അടുത്ത മാസം ഒരു യാത്ര പോകുന്നുണ്ട്. അപ്പൊ ആ യാത്ര പോകുന്ന കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ച് പറയുമോ? ഇത് 2 വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ ടോക്കിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ടോക്കി ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് അതാത് ദിവസം നമ്മളെ അറിയിക്കും. ഇവിടെ നമ്മൾ പറയുന്നത് അതല്ല. ഇവിടെ നമ്മളുടെ അതായത് നമ്മളുടെ ഒരു യാത്രയുടെയോ ഒരു സാധനം വാങ്ങുന്ന കാര്യമോ അല്ലെങ്കിൽ കല്യാണത്തിന് പോകുന്ന കാര്യമോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർത്ത് വെച്ചിട്ട് എന്നാണോ ഓർമ്മപ്പെടുത്തേണ്ടത് അന്ന് നമ്മൾക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് തരും. നമുക്കൊരു കാളാണ് വേണമെങ്കിൽ കാള് തരും. അതിന് വേണ്ട ടൂൾ എന്ന് പറയുന്നത് ടോക്കിയാണ്. ടോക്കിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, അതിന്റെ നോട്ടൊക്കെ നമ്മൾ ഇട്ടിരുന്നു. അതല്ല ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ പല പുസ്തകങ്ങൾ വായിക്കുന്നു, സെമിനാറുകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആൾക്കാരിൽ നിന്ന് കുറെ വിവരങ്ങൾ കേൾക്കുന്നു. ഈ വിവരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ കാര്യം നമ്മളുടെ ഓർമ്മയിൽ തങ്ങും എന്ന് നമ്മൾ ഉറപ്പായി വിശ്വസിക്കുന്നു. പക്ഷേ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും. ആ ആശയം നമ്മുടെ മനസ്സിനകത്ത് നിൽക്കും. അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ്, വസ്തുതകൾ, പേരുകൾ, അല്ലെങ്കിൽ അത് ഡേറ്റ ഒക്കെ നമ്മൾ മറന്നു. അതായിരിക്കും നമുക്ക് വേണ്ടത്. അപ്പൊ അതിനെ ഓർത്തു വെക്കാൻ നമുക്ക് ഈ കോപ്പൈലറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പൈലറ്റ് ഓർത്തു വെക്കും. ഓർത്തു വെച്ച കാര്യങ്ങൾ പിന്നെ നമ്മൾ ആ കൺസെപ്റ്റ് അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് പറഞ്ഞു തരും. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ സാറേ, ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ. എബ്രഹാം മാസ്ലോസ് ഹയറാർക്കി ഓഫ് നീഡ്സ് സൈക്കോളജിയിൽ അത് ഒരു മാസം മുമ്പ് ഞാനൊരു ഫംഗ്ഷനിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ അവിടെ നമ്മള് ലൈബ്രറിക്ക് പോയി പുസ്തകം എന്നോട് ലൈബ്രറിയിലേക്ക് പുസ്തകം തരാന്ന് പറഞ്ഞ എന്നോട് ഒരാൾ സംസാരിച്ചു. അപ്പോ ആളെനിക്ക് അത്രയ്ക്ക് പരിചയമില്ല, പക്ഷെ കുറച്ച് പരിചയമുണ്ട്. അപ്പൊ അയാളോട് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഓക്കെ മാഷെ, ഞാൻ തരാം. പേര് എനിക്ക് പറഞ്ഞു, ഫോൺ നമ്പറൊക്കെ പറഞ്ഞു എനിക്ക്. ഓക്കെ, ഞാനപ്പോ അത് സേവ് ചെയ്യാന്ന് വിചാരിച്ചു മൊബൈലിൽ അടിച്ചു, പക്ഷെ അത് പേര് സേവ് ചെയ്തില്ല. ഓക്കെ, അപ്പോ ഇപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞു. പക്ഷെ ഇന്നലെയാണ് എനിക്കിപ്പോ ഈ ആവശ്യം വന്നത്. പക്ഷെ അന്ന് ഞാൻ ഈ പറഞ്ഞ പേരോ ഫോൺ നമ്പറോ എന്തെങ്കിലോ ഇയാളുടെ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമോ എനിക്ക് അറിയാമെങ്കിൽ ഈ മനുഷ്യനെ വീണ്ടും ബന്ധപ്പെടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അത്യാവശ്യം വന്നത്. പക്ഷെ ഇയാളെ ഞാൻ പല ഫോണിലൊക്കെ നോക്കി വരെ രക്ഷയില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുക. ഇങ്ങനെ ഒരു അവസ്ഥയെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? അത് ഓക്കെ, ഇതൊരു കൃത്യമാണ്. പിന്നെ ഒരു അബ്രഹാം മാസ്ലോവിന്റെ കാര്യം സാറാണോ പറഞ്ഞത്? അബ്രഹാം മാസ്ലോവിന്റെ കാര്യം പറഞ്ഞത്? അല്ലോ, അത് ഞാനാ പറഞ്ഞത്. ഓക്കെ. അപ്പൊ 2 കാര്യങ്ങളാണ്. അപ്പൊ ഇത് എങ്ങനെയാ പറയാം? ഇപ്പൊ സാറ് പറഞ്ഞത് ഒരാളുടെ പേര്, പിന്നെ അത് എന്താവശ്യമായിട്ടാണ് ബന്ധപ്പെട്ട സാറ്? എന്താ ആവശ്യമാണ് പുള്ളി? അവരുടെ കയ്യിൽ കുറെ പുസ്തകങ്ങളുണ്ട്, ലൈബ്രറിക്ക് കൊടുക്കാൻ പറ്റുന്ന കുറെ പുസ്തകങ്ങൾ. അപ്പൊ അയാളുടെ പേരും സ്ഥലവും നമ്പർ ഒന്നും ഇത് ഓർത്തു വെക്കില്ല എന്നുള്ള, ഫോൺ നമ്പർ ഒന്നും ഇത് ഓർത്തു വെക്കില്ല, പേഴ്സണൽ ഡീറ്റെയിൽസ് ഇത് ഓർത്തു വെക്കില്ല എന്നുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ പറയാണ്, ഞാൻ അതിനെ ഒന്ന് ഇങ്ങനെ പറയാം, ഒന്ന് നോക്കാം. ഞാൻ ഈ പറയുന്ന കാര്യം കോപ്പൈലറ്റ് ഒന്ന് ഓർത്തു വെക്കണം. എപ്പോഴെങ്കിലും ഞാൻ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരണം. കൃഷ്ണകുമാർ എന്നുള്ള ആള് പാലക്കാടാണ്. അദ്ദേഹം പോയി. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? മറ്റൊന്നും പറയണ്ട, ഞാൻ ഒട്ടും കൺഫ്യൂസ് ആക്കരുത്. ഹലോ, ഞാൻ നിങ്ങളെ വ്യക്തമായി കേൾക്കുന്നു. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. കൃഷ്ണകുമാർ എന്നുള്ള ആൾ പാലക്കാടാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന്റെ സ്ഥലം പാലക്കാട് ടൗൺ ആണ്. കളക്ടറേറ്റിന്റെ ബാക്കിൽ
അദ്ദേഹം എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥലം പാലക്കാട് ടൗണിൽ കളക്ടറേറ്റിന്റെ ബാക്കിലാണ്. ഈ കാര്യം ഒന്ന് ഓർത്തു വെക്കണം. ഞാൻ ചിലപ്പോൾ ഈ സ്ഥലം മറന്നുപോകും. എപ്പോഴെങ്കിലും ഞാൻ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയണം. പുസ്തകം ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ആളാണ്. ഓക്കെ, ഓർത്തു വെച്ച് പറയുമല്ലോ, ഓർത്തു വയ്ക്കുമല്ലോ. മറ്റൊന്നും എനിക്ക് വെക്കേണ്ട ഏറ്റവും ഒരാക്കുണ്ട്. ഞാൻ ആ കാര്യം ഓർത്തു വെക്കും. കൃഷ്ണകുമാർ എന്ന ആൾ പാലക്കാട് ടൗണിൽ കളക്ടറേറ്റിന് പിറകിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥലത്ത് നിങ്ങളുടെ കൈ പുസ്തകങ്ങൾ ഉറക്കി വെക്കുന്ന ആളാണ്. നിങ്ങൾ ചോദിച്ചാൽ ഞാനത് മറക്കാതെ പറയാം. ഓക്കെ, താങ്ക് യു. സന്തോഷം. എനിക്ക് സഹായിക്കാനായതിൽ സന്തോഷം. എന്തെങ്കിലും വേണമെങ്കിൽ എപ്പോഴും പറയാം. അപ്പോ ക്ലിയർ ആയല്ലോ. അപ്പോ കൃഷ്ണകുമാർ എന്നുള്ള പേര്, പാലക്കാട് കളക്ടറേറ്റിന്റെ ബാക്കിലാണ് താമസം എന്നൊക്കെ ഉള്ള കാര്യം അത് ഓർത്തു. നമ്മൾ ഇനി ചോദിച്ചാൽ, ഇനി ചോദിക്കുമ്പോ ഇനി നമ്മൾ 4-5 മാസം കഴിഞ്ഞിട്ട് ചോദിക്കാം. എനിക്ക് പണ്ടൊരാള് പുസ്തകം തരാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്ഥലമൊക്കെ ഞാൻ മറന്നുപോയി. ആ പുസ്തകം തരാന്ന് പറഞ്ഞ ആളുടെ പേരും അദ്ദേഹം താമസിക്കുന്ന സ്ഥലവും ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് പറഞ്ഞു തരും. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി? ഓക്കെ സാർ, ക്ലിയർ ആയി. നമുക്ക് ഡെമോ നോക്കാൻ പറ്റുമോ? നോക്കാം. നമുക്ക് ഇത് തന്നെ നമുക്ക് ചോദിക്കാം. നമുക്ക് രണ്ടാമത് ചോദിച്ചു നോക്കാം. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, എനിക്കൊരാള് പുസ്തകം തരാന്ന് പറഞ്ഞു ലൈബ്രറിയിലേക്ക് വേണ്ടി. അദ്ദേഹത്തിന്റെ പേരും സ്ഥലവും ഒന്ന് പറഞ്ഞു തരാമോ ഓർത്ത്? തീർച്ചയായും. ഞാൻ ഓർക്കുന്നതിനനുസരിച്ച് അയാൾ കൃഷ്ണകുമാർ എന്ന പേരുള്ളവനാണ്. അഹം പാലക്കാട് ടൗണിൽ ഒരു സ്ഥലത്തുണ്ട്. ഞാനത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെക്കായി ഓർക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ശരി, ക്ലിയർ. അവസാനം എല്ലാം വ്യക്തമായി ആയല്ലോ. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ വെറുതെ പറയൂ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഓർക്കുക. അപ്പൊ ഇനി അബ്രഹാം മാസ്ലോ ഒരാള് പറഞ്ഞു. അബ്രഹാം മാസ്ലോ എന്ന് അതൊരു പഴയ തിയറിയാണ് കേട്ടോ. എന്നതിന് വലിയ പ്രസക്തിയില്ല. മോട്ടിവേഷനിലെ ഏറ്റവും പ്രാചീനമായ ഒരു തിയറിയാണ് അബ്രഹാം മാസ്ലോവിന്റെ മോട്ടിവേഷൻ ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു തിയറി. അതായത് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്, എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു നീഡ് ഹൈറാർക്കിയാണ്. അപ്പോ നമ്മള് ഒരു നീഡ് ഹൈറാർക്കിയെ അപ്പൊ അത് ഇങ്ങനെ പറയാം. നീഡ് ഹൈറാർക്കിയെ കുറിച്ചുള്ള ഒരു തിയറി ഞാൻ കേട്ടു. ആ തിയറിയെ നീഡ് മോട്ടിവേഷന്റെ ഒരു പുതിയ തിയറിയെ കുറിച്ച് ഞാൻ കേട്ടു. നീഡ് ഹൈറാർക്കി എന്നാണ് ആ തിയറിയുടെ പേര്. അബ്രഹാം മാസ്ലോ എന്നാണ് ആ തിയറി, അതിന്റെ കോൺട്രിബ്യൂട്ടറുടെ പേര്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതാണ് ആ തിയറി. ഇത് ഓർത്തു വെക്കണം. ഞാൻ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓർത്തു വെക്കും. ഇനി നിങ്ങൾ 3-4 മാസം കഴിയുമ്പോൾ ഈ അബ്രഹാം മാസ്ലോ എന്ന് പറഞ്ഞ പേര് മറന്നു പോകും. നിങ്ങൾക്ക് മോട്ടിവേഷൻ ഓർമ്മ കാണും. അപ്പൊ മോട്ടിവേഷനെ കുറിച്ച് ഒരു തിയറി ഉണ്ടല്ലോ. ആ തിയറി കുറിച്ച് ഞാൻ ഓർത്തു വെക്കാൻ പറഞ്ഞു. അത് ആരുടെ തിയറി ആണെന്ന് ചോദിക്കുമ്പോൾ അത് പറയും അബ്രഹാം മാസ്ലോ ആണ് മോട്ടിവേഷൻ ഹൈറാർക്കി. ഓക്കെ, ക്ലിയർ ആയല്ലോ? യെസ്, ഓക്കെ. ആരൊന്നും ഓക്കെ. നമ്മൾ ഈ ഫോൺ നമ്പർ ഒക്കെ മറന്നു പോകത്തില്ലേ സാറേ? ഫോൺ നമ്പർ അത് ഓർത്തു വെക്കാൻ പറഞ്ഞാൽ കേൾക്കുവോ? ഈ കോപ്പൈലറ്റ് ഫോൺ നമ്പർ ഓർത്തു വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു വെക്കില്ല. ഫോൺ നമ്പർ നിങ്ങൾ എവിടെ ഓർത്തു വെക്കുക? ഫോൺ നമ്പർ ഓർത്തു വെക്കണ്ട. നിങ്ങളുടെ ഗൂഗിളില് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. ഫോൺ അവിടെ സേവ് ചെയ്തിരിക്കും. അത് അടുത്ത് അതിലേക്ക് തന്നെ ഞാൻ ഒന്ന് പോകാം. ഓക്കെ. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഇതായത് ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുന്നു. ആ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നു, ഓർത്ത് വെച്ച് പറഞ്ഞു തരുന്നു. കോപൈലറ്റിനെ അങ്ങനെ ഒരു സഹായിയായി നമ്മുടെ മൊബൈൽ ഫോണിലൂടെ കൂട്ടാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? നോക്കാമല്ലോ? ക്ലിയർ ആയി. അപ്പൊ ഞാൻ കോപൈലറ്റിനെ ഞാൻ തൽക്കാലം ഇവിടെ ഉപേക്ഷിക്കുന്നു. ഇനി നമുക്ക് ഉള്ള ഒരു അടുത്ത നമുക്കൊരു കാര്യം, അവിടെയോ മൊബൈൽ ലീല മേഡത്തിന്റെ മൊബൈൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ഇത് ഞാൻ നമ്മുടെ പഴയ പുതിയ ബാച്ചുകാരോട് ഞാൻ പറഞ്ഞതാണ്, മുമ്പുള്ളവരോട് പറഞ്ഞില്ല. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടെന്ന് പറഞ്ഞു. അതായത് നമുക്ക് ധാരാളം മെയിലുകൾ വരാം.
ഈ പഴയ മെയിലുകൾ, അതായത് ചിലപ്പോ നിങ്ങൾ 2003 മുതലോ 4 മുതലോ ഒക്കെ ജിമെയിൽ ഉപയോഗിക്കുന്ന ആളാണ്. 2003 2005 മുതലോ അല്ലെങ്കിൽ 2010 മുതൽ നിങ്ങൾ ജിമെയിൽ ഉപയോഗിക്കുന്ന ആളാണ്. 2010 മുതൽ ജിമെയിൽ ഉപയോഗിക്കുന്ന ആളാണ്. ജിമെയിലിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മെയിൽ നിങ്ങളുടെ മെയിലിലുണ്ട്. ആ മെയിൽ സെർച്ച് ചെയ്ത് എടുക്കാൻ വലിയ പ്രയാസം. നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം, ഇമെയിൽ സെർച്ച് ചെയ്തെടുക്കാം, പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജെമിനി, നിങ്ങൾ ജിമെയിലിൽ നിന്നാണ് അത് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയില്, നിങ്ങളുടെ ജിമെയിലില് ഈ ജെമിനി പോകും. നിങ്ങളുടെ മെയിൽ മുഴുവൻ വായിക്കും. വായിച്ചിട്ട് നിങ്ങൾ ചോദിച്ച മെയില് നിങ്ങൾക്ക് ജിമെയിൽ പറഞ്ഞു തരും, ഇന്നതാണ്. ഓക്കെ, ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു യാത്ര പോകുന്നു. ഇത് ഒരു കാര്യം, അതിന്റെ മെയിലിനകത്തുള്ള എല്ലാ മെയിലുകളും നോക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൽ ഇന്ന ആള് ഇന്ന ദിവസം അയച്ചതാണ്, ആ മെയിലിന്റെ കണ്ടന്റ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞു തരും. അതൊന്ന്. 2, നിങ്ങൾ ഒരു യാത്ര പോകുന്നു. യാത്രയിൽ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആ ബുക്ക് ചെയ്തുമായി ബന്ധപ്പെട്ടതെല്ലാം ഒരു മെയിലിനകത്ത് ആരോ അയച്ചു തന്നു. ടിക്കറ്റ് അതിനകത്ത് വന്നു. ഫ്ലൈറ്റ് ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് വന്നു. ഹോട്ടൽ റിസർവ് ചെയ്തു, അത് നിങ്ങളുടെ മെയിലിനകത്തുണ്ട്. നിങ്ങൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളുടെ മെയിലിനകത്തുണ്ട്. നിങ്ങൾ 2-3 ഹോട്ടലുകൾ പല സ്ഥലത്തായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതെല്ലാം പല പല മെയിലുകൾ. അപ്പൊ നിങ്ങൾ പറയാം, ഞാൻ സാധാരണ ഒരു മനുഷ്യനോട് പറയുന്ന, ഒരു അസിസ്റ്റന്റിനോട് പറയുന്നത് പോലെ നിങ്ങൾ ജെമിനിയിൽ പോയിട്ട് പറയാണ്, ഞാൻ നവംബർ മാസം 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള യാത്രയ്ക്ക് വേണ്ടി റെയിൽവേ ട്രെയിൻ കുറെ ഡോക്യുമെന്റ്സ് ഇതിനകത്ത് മെയിലായിട്ട് വന്നിട്ടുണ്ട്. ആ മെയിലുകളെല്ലാം കൂടെ എനിക്ക് സോർട്ട് ചെയ്ത് തരണം എന്ന് പറയുമ്പോൾ ഈ പല ഭാഗത്ത് കിടക്കുന്ന മെയിലുകളെല്ലാം കൂടി സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്തുള്ള കണ്ടന്റ്. ഓക്കെ, നിങ്ങൾ ജെമിനിയിൽ പോയി പറഞ്ഞാൽ മതി, ജിമെയിലൊന്നും ഓപ്പൺ ചെയ്യണ്ടേ. അപ്പൊ ഇതുപോലെ നിങ്ങൾ പല വർഷം അയച്ച മെയിലുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്ന് നമുക്കതൊന്ന് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ജിമെയിലിൽ എങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ജെമിനി നോക്കുന്നു, ജെമിനിയിലേക്ക് പോകുന്നു. നമ്മൾ ജെമിനി വന്നു. ജെമിനിയില് നമുക്ക് ഇവിടെ മലയാളത്തിൽ തന്നെ ഒന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മളെ പങ്കേഷ സാറുമായിട്ട് ജിമെയിൽ വരുന്നതിന് മുമ്പേ പങ്കേഷ സാറുമായിട്ട് എനിക്ക് എളുപ്പമുണ്ട്. അപ്പൊ അദ്ദേഹം 2020 നമുക്കൊന്ന് നോക്കാം കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല, ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. 2020 ശാന്തിഗ്രാമിൽ നിന്ന് പങ്കജാക്ഷൻ എനിക്ക് മെയിലുകൾ ചെയ്തിട്ടുണ്ട്. ആ മെയിലുകൾ എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടെത്തി തരണം. ജിമെയിൽ ജിമെയിലിൽ മെയിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മളൊന്ന് കൊടുക്കുന്നു, ജെമിനിയിൽ ഒന്ന് കൊടുക്കുന്നു. ശാന്തിഗ്രാമിൽ നിന്ന് പങ്കജാക്ഷൻ എനിക്ക് ജിമെയിൽ ചെയ്തിട്ട് 2020 ആ മെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടെത്തി, അതൊന്ന് കണ്ടെത്തി തരണം.
അപ്പോ 2020 ശാന്തിഗ്രാമിൽ നിന്ന് അദ്ദേഹം അയച്ചിട്ടുള്ള ശാന്തിഗ്രാം കമ്മ്യൂണിറ്റി പ്രോ എല്ലാ വീടുകളും ഔഷധ പച്ചക്കറി അതിനെക്കുറിച്ചൊരു മെയിൽ എനിക്ക് അയച്ചിട്ടുണ്ട്. പരമ്പരാഗതമായ അറിവുകൾ എന്ന പ്ലാസ്റ്റിക് കുറിച്ചുള്ള ഒരു മെയിൽ, വിവിധ വികസന സംഘടന മറ്റു ചില മെയിലുകളും അദ്ദേഹം അയച്ചിട്ടുണ്ട്. ഓക്കെ മെയിൽ ഐ ഡി പറഞ്ഞു കൊടുക്കണ്ടേ സാറേ? മെയിൽ ഐ ഡി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റിയാ. നമ്മളിപ്പോ മെയിൽ ഐ ഡി ഒന്നും പറയുന്നില്ല, നമുക്ക് മെയിൽ ഐ ഡി അറിയില്ല. പങ്കേഷൻ എന്നുള്ള പേരും അറിയാം, ശാന്തിഗ്രാമം എന്നും അറിയാം. അപ്പൊ ശാന്തിഗ്രാമിന്റെ മെയിൽ ഐ ഡിയിൽ പോയിട്ട് അത് കണ്ടുപിടിച്ച് തന്ന കണ്ടില്ലേ? നമുക്ക് ശാന്തിഗ്രാം പങ്കജാക്ഷന്റെ മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ആവും, ആ കൃത്യമായിട്ട് കണ്ടെത്തി തരും. ഇത് കൺസെപ്റ്റ് പറയുമ്പോ തന്നെ ആ 2020 പങ്കജാക്ഷൻ എനിക്ക് അയച്ചു ചെയ്യുന്ന മെയിലുകളെ കുറിച്ചുള്ള വിവരം എനിക്ക് തന്നു. മെയിൽ ഓപ്പൺ ചെയ്യുക പോലും വേണ്ട, ആവശ്യമില്ല. സൂപ്പറാണ്. ഓക്കെ 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 സർ, സൂപ്പറാണ്. ചെയ്യുന്നുണ്ടോ? സൂപ്പറാണ്. ആ അതെ. അപ്പൊ നമ്മള് ഇനി നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന മെയിലുകളൊന്നും ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഡിലീറ്റ് ചെയ്യാത്ത മെയിലുകൾ നമുക്ക് കൃത്യമായിട്ട് ആ മെയില് ഇനി നമ്മൾ എന്നാണ് ആ മെയിലുകൾ, മുകളിൽ പറഞ്ഞ മെയിലുകൾ എന്നാണ് എനിക്കെന്ന് അയച്ചത് എന്ന് പറയാമോ എന്നൊന്ന് ചോദിച്ചു നോക്കാം. ഈ പറയുന്ന മെയിൽ ഏത് ദിവസം ക്ലാസ്സില് ഈ പറയുന്ന മെയിൽ എന്നാണ് അയച്ചത്, അതിന്റെ ആ മെയിലിന്റെ ഒറിജിനൽ കണ്ടന്റ് കൂടെ തരാമോ? സർ, ഓഡിയോ പറയുമ്പോ കിട്ടാത്തത് എന്താ? ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യാത്തോണ്ടാണോ? വോയിസ് റെക്കോർഡറിൽ ആര് ഓഡിയോ പറയുമ്പോ? സാർ ഇപ്പം ഈ മെയിലുകൾ അയച്ചത് ഏത് മെയിലുകളാണെന്ന് പറയാമോ എന്ന് ചോദിച്ചില്ലേ? അപ്പൊ അത് ഈ അല്ല, അത് ഞാനത് വോയിസ് ടെസ്റ്റ് ആക്കിയതാണ്. ഇവിടെ കാണാൻ വേണ്ടി അല്ലാതെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയി വോയിസ് പ്രോംപ്റ്റ് തയ്യാറാക്കിയതാണ്. ഓക്കെ, വോയിസ് റെക്കോർഡറിൽ കൊടുക്കാൻ പറ്റില്ല അല്ലേ? വോയിസ് ഇവിടെ വോയിസ് റെക്കോർഡറിൽ ഇത് അത്ര ഭംഗിയായിട്ട് പ്രവർത്തിക്കില്ല. ചാറ്റ് GPT ആണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇത് വോയിസ് ടെസ്റ്റ് ആക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഓരോ ടൂളിനും അതിൻ്റെതായ പൊട്ടൻഷ്യലും ദൗർബല്യം ഉണ്ട്. ഇത് നമ്മൾ കൊടുത്തു. പിൻ പോയിന്റിങ്, പരിശോധിച്ച് നിങ്ങൾ ജിമെയിൽ 20 ശാന്തിഗ്രാം ഡയറക്ടർ ഓർഗനൈസേഷന് അയച്ച മെയിലിന്റെ കൃത്യമായ തീയതി ഒറിജിനലോ കണ്ടന്റോ ലഭ്യമല്ല. ജിമെയിലിലെ പഴയ മെയിലുകൾ ഏതെങ്കിലും പ്രസ്തുത മെയിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥം ഞാൻ ഈ മെയിൽ ഡിലീറ്റ് ചെയ്തിരിക്കും. ഡിലീറ്റ് ചെയ്ത സാധനത്തിന്റെ കൺസെപ്റ്റ് അതിന്റെ ഇതിൽ ഇതുണ്ടല്ലോ, ഡിലീറ്റ് ചെയ്ത ഫയലുകൾ പൂർണ്ണമായിട്ട് പോവില്ല. റീസൈക്കിൾ, അതായത് ജിമെയിലിന്റെ റീസൈക്കിൾ ബിന്നിൽ ഉണ്ടാവും. റീസൈക്കിൾ ബിന്നിൽ ഉള്ള കാര്യങ്ങൾ വരെ ഇതെടുക്കും എന്നുള്ളതാണ്. അതായത് ഡിലീറ്റ് ചെയ്യുന്നതിന്റെ, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകൾ ജിമെയിലിന്റെ റീസൈക്കിൾ ബിന്നിൽ ആയിരിക്കും വരുന്നത്. ഓക്കെ, എന്തായാലും അതിന്റെ കണ്ടന്റ് നമുക്ക് ഏതാണ്ട് ഓക്കെ. സജു സാറേ, എനിക്ക് കിട്ടി. നോക്കി അല്ലേ? നോക്കി. എന്റെ മെയില് കിട്ടൂല, നിങ്ങളുടെ മെയിലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മള് ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മളെ മെയിലിനകത്തുള്ള കാര്യമേ കിട്ടുള്ളൂ, മറ്റൊരാളുടെ നമുക്ക് കിട്ടില്ല. അതായത് നമ്മുടെ മെയിലിൽ ഉള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഇൻബോക്സിൽ ഇതിന്റെ മ്യൂട്ട് ചെയ്യണേ വേണം, മ്യൂട്ട് ചെയ്യണേ, ഹൗൾ ചെയ്യും.
ഓക്കെ. അപ്പോ ഈ രീതിയിൽ നമ്മുടെ മെയിൽ നമ്മുടെ ഓർമ്മയെ കാര്യങ്ങൾ ഓർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ഈ നമ്മുടെ ജിമെയിലിനെ ആ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ഭയങ്കര നല്ല ഉപയോഗമുള്ള സാധനമാണ്. പലപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ് വല്ലോണെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് തന്നെ മെയിൽ ചെയ്യാം. അങ്ങനെയും പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്ക് തന്നെ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റുകളൊക്കെ മെയിൽ ചെയ്ത് വെക്കാം. പിന്നെ ആധാർ കാർഡോ നിങ്ങൾക്ക് അറിയാം എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ മെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട്. ഓക്കെ, അപ്പോ ഇതും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഉപയോഗമുള്ള സാധനമാണ്. നമ്മുടെ ജിമെയില് ജെമിനി നമുക്ക് വായിച്ചു തരും. ആ വർക്ക് സ്പേസ് ജിമെയിൽ മാത്രമല്ല, ഇത് ഗൂഗിൾ വർക്ക് സ്പേസ് ആണ്. നിങ്ങൾ ഗൂഗിൾ ഡോക്കിൽ നിങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചാലും പറഞ്ഞുതരും. ഗൂഗിൾ ഡ്രൈവിൽ, ഗൂഗിൾ ഡോക്കിൽ ഉള്ള കാര്യങ്ങൾ, അതിന്റെ വർക്ക് സ്പേസിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഫോൺ നമ്പർ നമുക്ക് ചിലപ്പോൾ ചോദിച്ചാൽ പറഞ്ഞുതരും. ഏതിൽ? ഗൂഗിൾ കോണ്ടാക്റ്റിലുള്ള ഫോൺ നമ്പർ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ആരുടെയെങ്കിലും ഇതൊരു ചെറിയ സാധ്യതയാണ്, നമുക്കൊന്ന് നോക്കാം. ഗൂഗിൾ കോണ്ടാക്റ്റിൽ ബാബു എന്ന പേരിൽ ഞാൻ സേവ് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറുകൾ എനിക്ക് കണ്ടെത്തി തരുമോ? ഒന്ന് ഇത് നടക്കുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഞാനൊന്ന് ഇത് കോൺടാക്ട് ഇതുവരെ സെർച്ച് ചെയ്തിട്ടില്ല, ഒന്ന് നോക്കാം. അപ്പോ നിങ്ങളുടെ ജിമെയിലിൽ പരിശോധിച്ചാൽ ബാബു എന്ന പേരിൽ സേവ് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ. ഓക്കെ, എന്റെ ഗൂഗിൾ കോണ്ടാക്റ്റിലും അപ്പോ ഫോൺ നമ്പറും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ഓക്കെ, അപ്പോ ഫോൺ നമ്പറും സാറേ ഗൂഗിൾ കോണ്ടാക്ട് എന്ന് പറഞ്ഞ ഏത് കോണ്ടാക്ട് ഓഫ് ചെയ്യും, ഞാൻ പറയാം. അതായത് നമ്മൾ ഒരു ഫോൺ വാങ്ങുമ്പോ, കടയിൽ ചെന്നൊരു പുതിയ ഫോൺ വാങ്ങുമ്പോ നമ്മുടെ ജിമെയിൽ ഉപയോഗിച്ചാണ് അത് ലോഗിൻ ചെയ്യുന്നത്. ജിമെയിൽ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ജിമെയിലിലെ നമ്മുടെ ജിമെയില് അതായത് ഗൂഗിളിന്റെ വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ ജിമെയിലിലൂടെ കണക്ട് ചെയ്യപ്പെടുന്ന സാധനങ്ങൾ അതിൽ ഒന്നാണ് ഗൂഗിൾ കോണ്ടാക്ട്, ഗൂഗിൾ ഡോക്ക്, ഗൂഗിൾ ഫോട്ടോ, ഇങ്ങനെയൊക്കെയുള്ള കുറെ വിവരങ്ങൾ ഇതുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. നിങ്ങൾ പുതിയ ഫോൺ വാങ്ങിച്ച് ജിമെയിൽ കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളുടെ പഴയ ഫോണിലെ കോണ്ടാക്ട്സ് എല്ലാം വരും. അതായത് നിങ്ങൾ ജിമെയിൽ ഓൺ ചെയ്താണ് നിങ്ങൾ ഫോൺ സേവ് ചെയ്യുന്നതെങ്കിൽ ആ പഴയ ഫോൺ കോണ്ടാക്ട്സ് എല്ലാം വരും. ഓക്കെ, അപ്പൊ ഈ ഗൂഗിൾ കോണ്ടാക്റ്റും ആര് നോക്കും? ജെമിനി നോക്കും. ഇനി ഒരു ഫോൺ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ എവിടെ പോയാൽ മതി? ഗൂഗിൾ ജെമിനിയിൽ ചെന്ന് ചോദിച്ചാൽ മതി, അവിടെ ചെന്ന് സെർച്ച് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഫോൺ നമ്പരും ജെമിനി നമുക്ക് കണ്ടെത്തി തരിക. അത് ഗൂഗിൾ കോണ്ടാക്ട്സിലുള്ളതാണ്. ഗൂഗിൾ കോണ്ടാക്ട്സിൽ ഉള്ള വിവരങ്ങളായിരിക്കും നമുക്ക് അത് കിട്ടുന്നത്. അപ്പോ നമ്മുടെ ഈ പ്രായം കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ചില ഓർമ്മകൾ ഒക്കെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഒരു യുവാവിനെ പോലെ 18 വയസ്സിലും 20 വയസ്സിലും ഉള്ള ആളിനെ പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഊർജം ആര് തരും? AI തരും. അതിനുവേണ്ടി നമ്മൾ കോപൈലറ്റ് എങ്ങനെ ഉപയോഗിക്കണം, ജെമിനി എങ്ങനെ ഉപയോഗിക്കണം, ജെമിനിയിലെ ജിമെയിൽ എങ്ങനെ ഉപയോഗിക്കാം, ഗൂഗിൾ കോണ്ടാക്ട്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം നിങ്ങൾ ഓർത്തു വെക്കുകയും സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കി. ഇപ്പൊ തന്നെ നമ്മളെ ലീല ടീച്ചറൊക്കെ ഉടനടി തന്നെ നോക്കി പരീക്ഷിച്ചു. ഇതെല്ലാം ഒന്ന് ചെയ്തു നോക്കുമ്പോഴേ കൃത്യമായിട്ട് നമുക്ക് അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? വളരെ ക്ലിയർ ആയി സാർ. എല്ലാരും ഉപയോഗിക്കണം.
ഇതിന് റിമെമ്പർ .ai എന്ന് പറയുന്നത് ഇത്തിരി സങ്കീർണമുള്ള കാര്യമാണ്. അത് വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ബേസിക്കായിട്ട് പറഞ്ഞു തരാൻ പറ്റും. അല്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനം, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. അപ്പോ അതൊക്കെയാണ് നമ്മൾ ഇതുവരെ നമ്മൾ നോക്കിയത്. ഇനി ഒരു ചെറിയ കാര്യം കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ഇനി 10-15 മിനിറ്റ് കൂടെ അവശേഷിക്കുന്നുണ്ട്. അതായത് നമുക്ക് ടൂൾ ബാസ്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോ നമ്മളെ ഈ ക്ലാസ് ആദ്യം തുടങ്ങുമ്പോ മലയാളം പോലും ഈ ChatGPT ജെമിനിക്കും ഒന്നും അറിഞ്ഞൂടെ. അതെല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ പ്രോംപ്റ്റ് കൊടുക്കുന്നു, ഇംഗ്ലീഷിൽ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്ത് തരുന്നു, ഇംഗ്ലീഷ് ജനറേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ വീണ്ടും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയി മലയാളത്തിൽ കൊടുത്താ ചെയ്യുന്നത്. അപൂർവം ചില ടൂളുകൾ മാത്രമേ. ആ ടൂളുകളെല്ലാം ഇന്ന് അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് വളർന്നത്. ഇപ്പോ ജെമിനിയില് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, പാട്ടുകൾ ഉണ്ടാക്കാം, ഒക്കെ നമ്മൾ പണ്ട് പാട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പ്രത്യേകം ടൂളുകൾ, ഇമേജുകൾ ജനറേറ്റ് ചെയ്യാം, പോസ്റ്ററുകൾ ജനറേറ്റ് ചെയ്യാം. അങ്ങനെ എന്തും സാധ്യമാവുന്ന രീതിയിൽ ഭയങ്കര വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് ഈ ടൂളുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് ശൈശവ അവസ്ഥയിലാണ്. ഈ ശൈശവാവസ്ഥ അപ്പോൾ ഇനി ഓരോ വർഷവും ഓരോ മാസം കഴിയുന്തോറും ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളിത് ഇതിനോടൊപ്പം നിങ്ങൾ പുതിയ പുതിയ ടൂളുകൾ വരുമ്പോൾ അതും ഒക്കെ കൂടി ഒന്ന് പരീക്ഷിച്ച് വേണം മുന്നോട്ട് പോവാൻ. അപ്പൊ ഞാനിപ്പോ തൽക്കാലം ജെമിനി നിർത്തുന്നു. toolbars.com എന്ന് പറയുന്ന ഒരു ടൂളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ടൂളുകളുണ്ട്. അന്ന് നമ്മൾ കണ്ടതിനേക്കാളും മുമ്പ് ടൂൾ ബാസ് ഞാൻ പറഞ്ഞ സാധനമാണ്. ഇതിനകത്ത് നമുക്ക് ഒരു മെയിൽ അയക്കണം. ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്ലോഗ് റൈറ്റ് ചെയ്യുക, റൈറ്റ് എനിത്തിങ്, പാരഗ്രാഫ്, ടെക്സ്റ്റ് എക്സ്പാൻഡർ, ന്യൂസ് ആർട്ടിക്കിൾ, പേപ്പർ, പേപ്പർ റൈറ്റർ, ബ്ലോഗ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീ ആയതുകൊണ്ട് കുറച്ച് പരസ്യം ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ആഡിയോ, ടെക്സ്റ്റിനെ ഓഡിയോ ആക്കി മാറ്റാം, സ്പീച്ച് ആക്കി മാറ്റാം, മലയാളവും പറ്റും, ഇമേജ് ജനറേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതാ തൊട്ട് താഴെ വരുന്നത്. സർ, ആപ്പിന്റെ പേര് മനസ്സിലായില്ല. ടൂൾ TOOLBAZ, ടൂൾ ബാസ്. ഇനി പറയൂ സർ. TOOLBAZ.com. ഇനി അടുത്ത് ഇമെയിൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം, മെയിൽ ആപ്ലിക്കേഷൻ ലെറ്റർ, ഇമെയിൽ ലെറ്റർ. ഇനി റീറൈറ്റിംഗ്, പേജറിസം റിമൂവർ, സെന്റൻസ് റീറൈറ്റ്, പാരഗ്രാഫ് കഴിഞ്ഞ് കോഡിങ് ആൻഡ് പ്രോഗ്രാം നമുക്ക് അതിന് ആവശ്യമില്ല. അടുത്ത് ബിസിനസ് പ്രൊഫഷണൽ, അതിനകത്ത് സ്ക്രിപ്റ്റ് ജനറേറ്റർ, റിവ്യൂ ജനറേറ്റർ, വെബ്സൈറ്റ്, പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വിഷൻ സ്റ്റേറ്റ്മെന്റ്, സ്പീച്ച് റൈറ്റർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റീവ് ആൻഡ് ഫൺ, അതിനകത്ത് റെസിപ്പി ജനറേറ്റർ, ടിക്ടോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റഡി, എസ് എ റൈറ്റർ, തീസിസ് സ്റ്റേറ്റ്മെന്റ്, ജനറേറ്റർ ഫോം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. മാത്സ് പ്രോബ്ലം സോൾവ്, ലീഗൽ ഡോക്യുമെന്റ് ജനറേറ്റർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് ബിസിനസ്. ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം, നമുക്ക് ഇമെയിൽ ഒന്ന് എടുത്താലോ? ഇമെയിൽ റൈറ്റ്. ഇമെയിൽ ഇവിടെ പോകുന്നു.
മെയിൽ റൈറ്റിംഗ്. ഒരു ഇമെയിൽ എഴുതണം. ഇമെയിൽ റൈറ്റർ. നമുക്കൊരു മെയില് എങ്ങനെ തയ്യാറാക്കാന്നുള്ളതാണ്. വേറെ ഒരുപാടെണ്ണം എല്ലാം നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇമെയിൽ റൈറ്റിംഗ് നമ്മൾ എടുക്കും. ഇതിപ്പോ പവർ പോയിന്റ് പ്രസന്റേഷൻ സ്ലൈഡ് തയ്യാറാക്കാൻ പറ്റുമോ? ഇതിലല്ല, സ്ലൈഡ് തയ്യാറാക്കാൻ വേണ്ടി ഗാമ.ai. അപ്പൊ ഈ മെയിൽ റൈറ്റ് ചെയ്യാനുള്ള ഇതിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. അതിനകത്ത് എല്ലാം നമുക്ക് നോക്കുന്നില്ല. ഒരെണ്ണം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയതുകൊണ്ട് ഇങ്ങനെ പരസ്യം വന്നുകൊണ്ടിരിക്കും. അപ്പോ നമുക്കൊരു മെയില് തയ്യാറാക്കണം. എന്തിനെ കുറിച്ചുള്ള ഒരു മെയില് ആരെങ്കിലും ഒന്ന് പറയാമോ? ഒരു മെയിലിന്റെ നിങ്ങൾക്ക് അയക്കേണ്ട ഒരു മെയിലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു മെയില് തയ്യാറാക്കാൻ വേഗം എന്തെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടൊരു മെയില് ആരെങ്കിലും ഒരാൾ പറയൂ. ഒരു മെയില് ഒരു മെയിൽ അയക്കേണ്ടി വരുമല്ലോ പലപ്പോഴും, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു മെയില്. ഒരു കാര്യം കണ്ടിട്ട് അതിനെ കുറിച്ച് അറിയാനായിട്ടൊരു എന്താണ് സാർ പറയൂ, എന്ത് മെയില്, എന്തിനെ കുറിച്ച്? ഒരു ഉപകരണം കണ്ടു, തുടയ്ക്കുന്ന മെഷീൻ. എന്ത് ഉപകരണം? ഒരു തുടയ്ക്കുന്ന മെഷീനെ കുറിച്ച് കണ്ടു. ആ മെഷീനെ കുറിച്ച് കാര്യങ്ങൾ അറിയാവുന്നതിന് വേണ്ടിയിട്ട്. ആ മെഷീന്റെ പേരെന്താണ്? മെഷീന്റെ പേര് ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ. ശരി. ബാബൂസ് ക്ലീനിങ് മെഷീൻ. ഓക്കെ. ക്ലീനിങ് മെഷീൻ കമ്പനിക്ക് 10 ക്ലീനിങ് മെഷീന് ഓർഡർ കൊടുക്കണം. അപ്പൊ നമുക്ക് മലയാളത്തിൽ തയ്യാറാക്കാൻ പറ്റുമെന്ന് ആദ്യം നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷിലേക്ക് വരാം. ഈ പരസ്യം ഇങ്ങനെ വരും. ക്ലീനിങ് മെഷീൻ ഇവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്ന് പറയുന്ന നമ്മളിത് കൊടുത്തു. ഇതിവിടെയാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. അഡ്വാൻസ് ഓപ്ഷൻ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ലൈൻ നമുക്ക് സബ്ജക്റ്റ് ലൈൻ എന്ന് പറയുന്നത് ബാബു ക്ലീനിങ് മെഷീൻ. പത്ത് ക്ലീനിങ് മെഷീന്റെ ഓർഡർ കോപ്പി സബ്ജക്റ്റ് ലൈൻ. അടുത്ത റെസിപ്പിയന്റ് അഡീഷണൽ ഇൻഫർമേഷൻ അതൊന്നും വേണ്ട. നമുക്ക് ഇത് തൊട്ട് താഴോട്ട് വരുമ്പോ ഇമെയിൽ ഓപ്ഷൻ ഈ കാണുന്ന ഇമെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫോർമൽ ബിസിനസ് മാർക്കറ്റിംഗ്. നമ്മൾ മാർക്കറ്റിംഗ് ആണ് അല്ലേ? മാർക്കറ്റിംഗ്, ഫോളോ അപ്പ്, അപ്പോളജി, കംപ്ലൈന്റ്, എന്താണ് നമ്മൾ ഇതിനകത്തുള്ളതെന്ന് ഉദ്ദേശിക്കുക. നമ്മളവിടെ എന്താണ് ഫോർമൽ ഒരു ബിസിനസ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ്. ഇനി ലെന്ത് മീഡിയം ഒരു 3 പാരഗ്രാഫ്, 1-2 പാരഗ്രാഫ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ജനറേറ്റ് ക്ലിക്ക് ചെയ്യും. അതാ വന്നു, ജനറേറ്റ് ചെയ്ത് വന്നു, മലയാളത്തിൽ തന്നെ വന്നു. കാണുന്നുണ്ടോ? തീർച്ചയായും. ബാബു ക്ലീനിങ് വിഷയം 10 ക്ലീനിങ് മെഷീൻ ഓർഡർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മാനേജർ, താങ്കളുടെ സ്ഥാപനത്തിന് ആവശ്യങ്ങൾക്കായി താങ്കളുടെ കമ്പനിയിൽ നിന്ന് 10 ക്ലീനിങ് മെഷീനുകൾ ഓർഡർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും പ്രവർത്തനക്ഷമതയും കണക്കിലെടുത്ത് ഞങ്ങൾ ഈ തീരുമാനം എടുത്ത. അതിനാൽ ഈ മെഷീനുകളുടെ നിലവിലെ വില പട്ടികയും പ്രൈസ് ലിസ്റ്റ്, ലഭ്യമായ മോഡലുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എത്രയും വേഗം ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഈ ഓർഡർ എത്ര ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് എത്തിച്ച് നൽകാൻ സാധിക്കുമെന്നും പേയ്മെന്റ് രീതികളെ കുറിച്ചും അറിയിക്കുമല്ലോ. ഈ വിഷയത്തെ താങ്കളുടെ അടിയന്തരമായ മറുപടി പ്രതീക്ഷിക്കുന്നു. ആശംസകളുടെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്, ഫോൺ നമ്പർ. ഓക്കെ. നമ്മൾ ബാബു ക്ലീനിങ് മെഷീന്റെ ഓർഡർ എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് വേണ്ടതെന്നുള്ള കാര്യം ചെയ്യും. ഇതിന്റെ ഏറ്റവും ലോലമായ ഒരു സംഭവമാണ് ഈ ടൂൾ ബാസിൽ. ഇതിൽ കഥ എഴുതാം, കവിത എഴുതുമ്പോഴും ഇതൊക്കെ ഇതിനകത്ത് കിട്ടുന്നൊരു സാധനമാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരുപാട് ടൂൾസ് ഉണ്ട്. ഈ ഓരോ ടൂളും
അതിന്റെ പ്രോംപ്റ്റ് നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ആ പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയാത്ത നമുക്ക് നല്ലൊരു വൈദഗ്ധ്യം ഇല്ലെങ്കിൽ ചാറ്റ് ജിപിടിയിൽ ജെമിനിയിലോ കൊടുക്കുമ്പോൾ നല്ല പ്രോംപ്റ്റ് കൊടുത്തില്ലെങ്കിൽ നല്ല രീതിയിലൊന്നും ജനറേറ്റ് ചെയ്യില്ല. പക്ഷേ ഈ ടൂൾ ബാസിൽ പോയി കഴിഞ്ഞാൽ പ്രോംപ്റ്റിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിന്റെ ടോൺ റോള് അത് ആ രീതിയിൽ അതിഗംഭീരമായ രീതിയിൽ നമുക്ക് ഈ സാധനം ചെയ്തു തരാം. ഓക്കെ, ഇത് ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചമാവുമായിരുന്നു. ടൂൾ ബാസിൽ മെയിൽ എഴുതാൻ വേണ്ടി മാത്രമല്ല, അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക, എന്തൊക്കെയാണോ അതിനകത്ത് വരുന്നത്. ടൂൾ ബാസ് സർ അത് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പം അതിൽ യു ആർ ബ്ലോക്കിംഗ് ആഡ്സ് എന്ന് കാണുന്നു. ആ ബ്ലോക്കിംഗ് ആഡ്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുക്കണം. അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ബ്ലോക്ക് ആള് കിടന്നോട്ടെ, അത് ബ്ലോക്ക് ചെയ്യാൻ നിൽക്കണ്ട. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ വെർഷൻ കിട്ടില്ല. ഓക്കെ ഓക്കെ, പക്ഷെ നമ്മൾ ഒരു ഓപ്ഷനും കൊടുത്തില്ല, അത് ഓട്ടോമാറ്റിക്കലി വന്നോളും, കുഴപ്പമില്ല. നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. സാർ ഇത് എവിടെ നിന്ന് സാർ എടുക്കണത്? toolbars.com നിങ്ങളുടെ ക്രോമിൽ പോയി toolbars.com ക്ലിക്ക് ചെയ്താൽ മതി. TOOLBAZ.com toolbars.com അല്ലെ പോയി കഴിയുമ്പോഴാണ് കിട്ടുന്നത്. ഇനി ഒരു പാട്ട് എഴുതുമ്പോഴോ ലവ് ലെറ്റർ എഴുതുമ്പോഴോ എന്താ ഒരുപാട് സാധനങ്ങളുണ്ട്, കഥ എഴുതാം, അങ്ങനെ പലതും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. വോയിസ് ടു ടെക്സ്റ്റ്, പോയം, ടെക്സ്റ്റ് ടു ഓഡിയോ. നോക്ക്, നമുക്ക് ടെക്സ്റ്റ് ടു ഓഡിയോ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ആരെ കൊണ്ടുവേണോ പറയിക്കാം. നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റിന് ഓഡിയോ ആക്കാം. ആരെങ്കിലും ഒന്ന് പറയും ഒരു വാക്ക്, പെട്ടെന്ന് സമയമില്ല, ഇനി 4-5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഒരു സന്ദേശം നമുക്ക് ഓഡിയോ ആക്കണം, വാട്സാപ്പിൽ ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കണം, ഓഡിയോ മെസ്സേജ് ആയിട്ട്. ഒരു കാര്യം പറയൂ എന്തെങ്കിലും ബന്ധപ്പെട്ട്. ലഹരിക്കെതിരെ അണിനിരക്കുക. ലഹരിക്കെതിരെ അണിനിരക്കുക. ലഹരി നമുക്ക് അതിന് യുവതലമുറയെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ നമുക്കൊന്നിക്കാം. ലഹരിയെ ഇവിടെ നിന്ന് ഒഴിവാക്കാം. ലഹരി മാഫിയ തുലയട്ടെ. മലയാളമാണ്. നമുക്കൊന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. കോപ്പി ചെയ്തു, നമ്മൾ ടൂൾ ബാസിൽ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് താഴോട്ട് നമ്മളൊന്ന് നോക്കണം, ഇതിൻ്റെ അകത്ത് വോയിസ്, ആരുടെ വോയിസ് വേണമെന്നുള്ള. അപ്പൊ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നല്ല സൗന്ദര്യമുള്ള ആരെങ്കിലും കൊടുക്കാം. ഫീമെയിൽ ആർട്ടോ MP3 ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് താഴോട്ട് നോക്കാം. അപ്പൊ ഇത് പിന്നെ MP3 ലഹരിക്കെതിരെ ജനറേറ്റ് ഓഡിയോ. വന്നു. വന്നില്ലേ? സൈഡിൽ ഓറഞ്ച് കളറിൽ എന്തോ സാർ കാണുന്നത്, റൈറ്റ് സൈഡില്. എവിടെ? റൈറ്റ് സൈഡിൽ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് അതാ റൈറ്റ് സൈഡിൽ. യുവതലമുറയെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ നമുക്കൊന്നിക്കാം. ലഹരിയെ ഇവിടെ നിന്നൊഴിവാക്കാം. ലഹരി മാഫിയ തുലയട്ടെ. അപ്പൊ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. യുവതലമുറയെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ നമുക്കൊന്നിക്കാം. ലഹരിയെ ഇവിടെ നിന്നൊഴിവാക്കാം. ലഹരി മാഫിയ തുലയട്ടെ. ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ എഴുതിയതിൽ തന്നെ യുവതലമുറ എന്നുള്ള യുവതയായിപ്പോയി. അതുകൊണ്ട് അതാണ് പറഞ്ഞത്. ഓക്കെ,
അപ്പൊ നമുക്ക് വാട്സാപ്പ് മെസ്സേജുകളോ പരസ്യങ്ങളോ ഒക്കെ ചെയ്യാൻ വേണ്ടി പല വോയിസുകളും ഇതിനകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാം. ടൂൾ സ്പീച്ച്മാ എന്നൊക്കെ പറഞ്ഞ കുറച്ചുകൂടി അഡ്വാൻസ് ഫ്രീ സാധനങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് ടൂൾ മാസ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് തന്നെ എല്ലാം വരുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ അതിഗംഭീരമായ മെയിൽ തയ്യാറാക്കാം, വാട്സാപ്പ് മെസ്സേജുകൾ തയ്യാറാക്കാം, നോവൽ എഴുതാം, കഥ എഴുതാം, കവിത എഴുതാം, റിപ്ലൈ എഴുതാം, മെയിലിന്റെ റിപ്ലൈ എഴുതാം, അങ്ങനെ വോയിസ് ടു ജനറേറ്റ്, ഓഡിയോ ജനറേറ്റ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും ഇത് ചെയ്യാൻ പറ്റും. ഇതും ഒന്ന് നോക്കുക. നോക്കാലോ? ഓ ചോദിക്കും. ഒരു സാറിപ്പോ ഒരു പ്രോംപ്റ്റ് കൊടുത്തു പറയല്ലോ, അത് കേട്ടാൽക്ക് നമ്മൾ ആരെയോ പേടിച്ചിട്ട് പതുക്കെ പറയാം. നമുക്ക് ഈ ഫീലിംഗ്, അതായത് മൂഡ് അങ്ങനെ മാറ്റി പറയാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത്. മോഡ് മാറ്റി പറയാൻ സ്പീച്ച്മാ എന്ന് പറയുന്ന ഒരു AI ടൂൾ ഉണ്ട്. സ്പീച്ച്മാ ഇതിനകത്ത് ഇതിൻ്റെതായ ഒരു പരിമിതിയുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ഇത് ഭയങ്കര പൊട്ടൻഷ്യലാണ്. ഇപ്പൊ ലേഖനങ്ങൾ എഴുതുക, കത്ത് എഴുതുക, ലേഖനങ്ങളൊക്കെ എഴുതുന്നതിനും അല്ലെങ്കിൽ പരസ്യം എഴുതുന്നതിനൊക്കെ ഇത് ഭയങ്കര പൊട്ടൻഷ്യലാണ് ഈ ടൂൾ ബാസ്. ഇതിനകത്ത് ചില ദുർബലമായ കാര്യങ്ങളാണ് നമ്മളിപ്പോ നോക്കിയത്. മറ്റേത് സ്പീച്ച്മാ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂളുണ്ട്. സ്പീച്ച്മാ, ഈ സ്പീച്ച്മയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ പറയുന്ന ഏത് ടോണിലാണോ അത് നമുക്ക് പറഞ്ഞു തരും. ഇത് നമ്മള് നേരത്തെ ചെയ്തതൊക്കെ എന്റെ മെമ്മറിയിലുള്ളതാണ്. അപ്പോ ഈ സ്പീച്ച് മെയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈ പല ടോണുകളൊക്കെ നമുക്ക് നോക്കാം, ശബ്ദം നോക്കാം, ആരെ കൊണ്ട് സ്പീഡ് കുറയ്ക്കാം, സ്പീഡ് കൂട്ടാം, ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ സ്പീച്ച് മെയിലുണ്ട്. ഓക്കെ 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 നമ്മൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഭയങ്കര പ്രയോജനമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇതിൽ തന്നെ ഉള്ളതാണോ? അത് സെപ്പറേറ്റ്. സ്പീച്ച്മാ സെപ്പറേറ്റ് ആണ്. സ്പീച്ച്മാ സെപ്പറേറ്റ് ആണ്. SPEECHMA speechma.com. ടൂൾ ബാസിനകത്ത് ഉള്ളത്, ടൂൾ ബാസിൽ ഉള്ള എന്ന് പറയുന്നത്, ടൂൾ ബാസ് ഒരു ഗംഭീരൻ സാധനമാണ്. അത് ഫ്രീ ആണ്. അതിനകത്ത് പരസ്യമുണ്ട് എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഇതിനകത്തുള്ളൂ. അതിനകത്തുള്ള ഒന്നുകൂടെ ഞാൻ അതിന്റെ സാധ്യതകൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ദ ഫ്രീ AI റൈറ്റിംഗ് ടൂൾസ്, ഗെറ്റ് യുവർ റൈറ്റിംഗ് ഡൺ ഫാസ്റ്റർ ഈസിയർ AI ടൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ വരുന്നു. ബ്ലോഗ് എഴുതാം, റൈറ്റ് AI കണ്ടന്റ് ജനറേറ്റർ, പാരഗ്രാഫ് ജനറേറ്റർ, പാരഗ്രാഫ് എക്സ്പാൻഡർ, AI ടെസ്റ്റ് ജനറേറ്റർ, കോപ്പി റൈറ്റർ. കോപ്പി റൈറ്റർ എന്ന് പറഞ്ഞാൽ പരസ്യം എഴുതുന്ന സാധനമാണ് കോപ്പി റൈറ്റർ. നമുക്കൊരു പരസ്യം തയ്യാറാക്കണം. ഇതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. നിങ്ങളുടെ ആരുടെയെങ്കിലും എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ ഒരു പരസ്യം തയ്യാറാക്കാൻ? പെട്ടെന്ന് പറയൂ, പെട്ടെന്ന്. ഒരു പരസ്യം തയ്യാറാക്കാൻ ആരുടെയെങ്കിലും ഒരു പ്രോഡക്റ്റ്, എന്തെങ്കിലും സാധനം. വസ്തു വിൽക്കാൻ വിൽക്കാനുള്ള അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടി ഇത് വരുമല്ലോ. വസ്തു വിൽക്കാൻ നമുക്ക് കൊടുക്കാൻ കുഴപ്പമില്ല. ഒരു പ്രോഡക്റ്റോ സേവനം എന്തോ ആവാം. ഒരു യൂസ്ഡ് ബൈക്ക് വിൽക്കാൻ വേണ്ടി, യൂസ്ഡ് ബൈക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യം എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണോ? വേറെ എന്തെങ്കിലും അതും ചെയ്യാം. മറ്റെന്തെങ്കിലും കുറച്ചുകൂടി സോപ്പ്. എന്താ സോപ്പിന്റെ പേര്? റീന. ആരാണ് സോപ്പ്? റീന സോപ്പ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ സോപ്പാ, റീന സോപ്പ്. ഒരു പരസ്യം തയ്യാറാക്കി തരണം. ഏത് ടൂളാ സാർ? അത് ടൂൾ ഏതാ?
നമ്മളിപ്പോ നമ്മൾ ടൂൾ ബാസിനകത്ത് തന്നെ ഇതെല്ലാം വരുന്നുണ്ട്. ടൂൾ ബാസിനകത്ത് തന്നെ ഈ സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു പരസ്യം തയ്യാറാക്കണമെന്നൊന്നും പറയണ്ട. റീന സോപ്പ് പരസ്യം തയ്യാറാക്കണമെന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. റീന സോപ്പ് എന്നുള്ള ഒറ്റ വാക്ക് മതി. ഇനി ഇതിനകത്ത് താഴോട്ട് നമ്മൾ വരുമ്പോ ടൂൾ ബാസ് അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോ ഓപ്ഷൻ കോപ്പി ടൈപ്പ് സാറ് പറഞ്ഞത് കാണുന്നില്ല. ടൂൾ ബാസ് നോക്കുക, toolbas.com. അത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോ ആദ്യം ക്ലാസ് ശ്രദ്ധിക്കുക സാർ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും പല കാര്യങ്ങളും. ഓക്കെ, ക്ലാസ് ശ്രദ്ധിച്ചിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നോക്കുക. എന്തെങ്കിലും സംശയമാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ സാറ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അടുത്ത് പറയുന്ന കാര്യങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പോ ടൂൾ ബാസിൽ നമുക്ക് എന്താണ് ആഡ് കോപ്പി, പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, സോഷ്യൽ മീഡിയ പോസ്റ്റ്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, ആഡ്, ലാൻഡിംഗ് പേജ്, ആഡ് കോപ്പി, ഒരു അഡ്വർടൈസ്മെന്റ് കോപ്പി തന്നെ ആവട്ടെ, ആഡ് കോപ്പി. ഇനി ടോൺ സ്റ്റൈൽ, ഫോർമൽ, ഇൻഫോർമൽ, പ്രൊഫഷണൽ, ഫണ്ണി, ഇൻസ്പിറേഷണൽ, അർജന്റ്. ഏതാണ് നമുക്ക് വേണ്ടത്? സാറെ കാണുന്നില്ല സാർ ഈ പറയുന്നതൊന്നും. അതാണ് കാണുന്നില്ലയോ? സാറ് പറയുന്നത് സ്ക്രീനിൽ കാണുന്നില്ല. സോറി. ഇപ്പം കാണുന്നുണ്ടോ? സോറി. അത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനവും നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ. കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ റീന സോപ്പ് കോപ്പി, റീന സോപ്പ് ഒരു പരസ്യം തയ്യാറാക്കി. റീന സോപ്പ് നമ്മൾ താഴോട്ട് വരുമ്പോ അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അഡ്വാൻസ് ഓപ്ഷൻ, അതിനകത്ത് കോപ്പി ടൈപ്പ് നമ്മൾ ആഡ് കോപ്പി നമ്മൾ കൊടുക്കാം. ലാൻഡിംഗ് പേജ്, പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, ഇങ്ങനെ പലതും കൊടുക്കാം. നമ്മൾ ആഡ് കോപ്പി എടുക്കുന്നു. ഇനി ടോൺ, ഫോർമൽ, ഇൻഫോർമൽ, ഫ്രണ്ട്ലി, പ്രൊസസീവ്, പ്രൊഫഷണൽ, ഫണ്ണി, ഇൻസ്പിറേഷണൽ, അർജന്റ്. ഏത് കൊടുക്കണം നമ്മള്? ഇൻഫോർമലോ ഫണ്ണി കൊടുക്കാം? ഫണ്ണി സോപ്പോ? ഓക്കെ. ഇനി മാർക്കറ്റിംഗ് ഗോൾ, അവയർനെസ്, എൻഗേജ്മെന്റ്, കോൺവെർസേഷൻ, സെയില്, ലീഡ് ജനറേഷൻ. ഇത് ഓരോന്ന്. അവയർനെസ് എന്ന് പറയുന്നത് ഒരു പരസ്യം, എൻഗേജ്മെന്റ് അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ അഡ്രസ്സും എല്ലാം കൂടി വരുന്നതാണ് എൻഗേജ്മെന്റ്. കോൺവെർസേഷൻ ഉണ്ട്, ലീഡ് ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ടുള്ള സെയില്. നമുക്ക് ഏത് കൊടുക്കാം ഇതില്? നിങ്ങൾ പറയുന്ന ഒരെണ്ണം ഏത് കൊടുക്കാം? അവയർനെസ് കൊടുത്തു. ഇനി ടാർഗറ്റ് ഓഡിയൻസ്, ജനറൽ, കസ്റ്റമർ, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ, ബിസിനസ് ഓണേഴ്സ്, ടീംസ്. ആരെ കൊടുക്കാം? നമ്മൾ ടീംസിന് കൊടുക്കാം. ടീംസ്. ഓക്കെ. ഇനി കോപ്പി ലെന്ത്, ഒരു സെന്റൻസ്, ഒരു പാരഗ്രാഫ്, മൾട്ടിപ്പിൾ, ഒരു മീഡിയം പാരഗ്രാഫ് ആയിക്കോട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ജനറേറ്റ്. ഇനി അഡീഷണൽ നമുക്ക് എന്തെങ്കിലും വേണോ? ഇത് ഇവിടെയും കൊടുക്കാം. അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. നിങ്ങളുടെ അഡ്രസ്, സ്ഥലം എവിടെയാണ്? സ്ഥലം എവിടെ? റീനയുടെ റീന സോപ്പ് ഇൻഡസ്ട്രി, ഹരിപ്പാട്. കേരളം. അതുകൊണ്ട് ചുമ്മാ കൊടുത്തേക്കാൻ എന്താണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ ജനറേറ്റ് കൊടുക്കുന്നു. വന്നു കഴിഞ്ഞു.
തലക്കെട്ട് ക്രഷ് മുന്നിലോട്ട് വെക്കുന്ന മുഖം കരിവാളിച്ചിട്ടുണ്ടോ, ടെൻഷൻ വിട്ടേക്കോ. ഗെയ്സ്, നമ്മള് ടീൻസിനെയാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണ് ഗെയ്സ് എന്ന് പറഞ്ഞത്. ലൈഫിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് അറിയാമോ? ആ കണ്ണാടിയിൽ നോക്കുമ്പോഴുള്ള ആ മുഖക്കുരുവും എണ്ണമയവുമാണ്. ക്ലാസ്സിൽ കറങ്ങി നടക്കുമ്പോഴും വൈകുന്നേരം ഗ്രൗണ്ടിൽ ചില്ല് ചെയ്യുമ്പോഴും വിയർപ്പും പൊടിയും കൊണ്ട് മുഖം ഒരുവിധം കോലമായിട്ടുണ്ടാകും. ഇനി ഇതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമയമായി. ദാ വരുന്നു നിങ്ങളുടെ സ്വന്തം റീന സോപ്പ്. ഹരിപ്പാടിന്റെ മണ്ണിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ സ്കിന്നിനെ പവർഫുൾ ആക്കാൻ വന്ന ഒരു തകർപ്പൻ സോപ്പ്. ഇത് വെറും ഒരു സോപ്പല്ല, നിങ്ങളുടെ മുഖത്തിന്റെ ഗ്ലോ വീണ്ടെടുക്കാനുള്ള ഒരു മാജിക് ആണ്. വാഷ് ചെയ്താലൂടെ മുഖം ഫ്രഷ്, പിന്നെ ആത്മവിശ്വാസം പീക്കിൽ. ഇനി വെറുതെ ഒന്ന് കണ്ണാടിയിൽ നോക്കി സങ്കടപ്പെടാതെ വേഗം റീന സോപ്പ് പരീക്ഷിക്കൂ. ഹരിപ്പാട് റീന സോപ്പ് ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന ഈ കൊച്ചു സോപ്പ് നിങ്ങളുടെ വലിയ പ്രശ്നങ്ങൾക്ക് ഏറ്റവും വലിയ മരുന്നാണ്. എങ്ങനെയുണ്ട്? അത് നമ്മൾ ടീൻസിന് വേണ്ടി ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തത്. ഓക്കെ, അപ്പോ ടൂൾ ബാസ് എവിടെ ഉപയോഗിച്ചാൽ അത് അതിൻ്റെതായ ആ ഓപ്ഷൻസ്, നിങ്ങൾ ഓപ്ഷൻസ് എടുത്തിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫണ്ണി കൊടുത്തു, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓർക്കുക, നമ്മൾ ഫണ്ണി കൊടുത്തു, ടീംസ് കൊടുത്തു, അല്ലേ? അതുകൊണ്ടാണ്. ഓക്കെ.